പ്രിയമുള്ളവരെ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഏക തൂക്കുപാലമായ വായ്പൂർ ശാസ്താംകോയിക്കൽ തൂക്കുപാലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അതിലേക്കാണ് നമ്മളിപ്പം കയറിപ്പോകാനായിട്ട് പോകുന്നത്. അനേകം ടൂറിസ്റ്റുകൾ ഇവിടെ ഇതിനും പ്രതി കാണാൻ വേണ്ടി വരുന്നുണ്ട്. ഇത് സ്ഥിതി ചെയ്യുന്ന വായ്പൂരിനടുത്ത് ശാസ്താംകോയിക്കൽ എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്ത്. ഏകദേശം 20 വർഷത്തോളം പഴക്കമുണ്ട്. ദിനം പ്രതി നൂറുകണക്കിന് ആൾക്കാരാണ് ഇത് കണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് തുടങ്ങിയ സമയത്ത് ഏകദേശം ഒരു 10-50 പേർക്ക് ഒരേ സമയത്ത് ഇതിനകത്ത് കയറാൻ പറ്റുമായിരുന്നു. ഇപ്പം പക്ഷേ അങ്ങനെ കയറാനായിട്ട് അനുവദിച്ചിട്ടില്ല. ഒരു 6 പേര് മാത്രം ഒരേ സമയത്ത് ഇത് കയറാമെന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇത് അതിൻ്റെ ബോർഡ് ഇതുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. ഒരേ സമയത്ത് 6 പേര് മാത്രമേ കയറാം. ഇത് 20 വർഷത്തോളം പഴക്കമുള്ള പാലമാണ്. അതിലൂടെ നമ്മളിപ്പം കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. വിനോദകാലത്തൊക്കെ നമുക്ക് ആൾക്കാർക്ക് വന്ന് കണ്ട് കുട്ടികളുമായിട്ട് കണ്ടു പോകാൻ പറ്റിയൊരു ലൊക്കേഷനാണിത്. ഇവിടെ വരുന്ന വഴിയെന്ന് പറഞ്ഞാൽ നമ്മുടെ മല്ലപ്പള്ളി പാടുപള്ളിയിൽ നിന്ന് വീട്ടിലോട്ട് ഇങ്ങനെ വായ്പൂരോട്ട് വരുന്ന റൂട്ടിലായിട്ടാണ് ഇത് സ്ഥിതി. ശാസ്താംകോയിക്കൽ എന്ന സ്ഥലത്താണ് തൂക്കുപാലം ഉള്ളത്. നോക്കൂ, അതിമനോഹരമായ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനും പ്രതി നൂറുകണക്കിന് ആൾക്കാർ ഇവിടെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. ഇത് 2 ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അതായത് ഒന്ന് പത്തനംതിട്ട ജില്ല, കോട്ടയം ജില്ല. ഈ ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ്. മറകര എന്ന് പറഞ്ഞാൽ പുല്ലുകുത്തി, ആനക്കാട്, വടകര ഈ ഭാഗത്തുള്ള സ്ഥലമാണ്. അവിടെ നിന്നുള്ള ആൾക്കാർ ഇങ്ങോട്ട് പോയിട്ട് ഇവിടെ നിന്ന് ആൾക്കാർ അങ്ങോട്ട് പോകും. ഈ 2 പാലയാണ് മറകര ബന്ധിക്കുന്ന ഒരു പാലമാണ്. ഇവിടെ തന്നെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അങ്ങേ സൈഡ് കൊണ്ട് അനേകം പേര് അവിടെ നിൽക്കുന്നു. ഉണ്ടോ എന്ന് പറഞ്ഞാൽ മണിമല ആറാണിത്. ഈ ആറിൻ്റെ കുറുകയാണ് നമ്മുടെ ഇങ്ങനെ പ്രധാനമായിട്ട് ഇതുണ്ടാക്കിയിരിക്കുന്നത് നമ്മളെ കുട്ടികളെ ഉദ്ദേശിച്ചാണ്. ഇവിടെ വായ്പൂരിൽ സ്കൂളുണ്ട്, NSS ഹൈസ്കൂള്. ആ സ്കൂളിലെ കുട്ടികളെ മറുകാരി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കാലത്തേക്കിട്ട് സ്കൂൾ സ്റ്റുഡൻ്റൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ട് ഇരിക്കുന്നു. മണിമലയാറാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനോഹരമായ ദൃശ്യമാണ്, ഭയങ്കര ദൃശ്യമാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ലൊക്കേഷൻ പ്രകൃതി സൗന്ദര്യം അങ്ങ് ഒപ്പിയെടുത്തിരിക്കുകയാണ്. ഇതുപോലെ ഒപ്പിയെടുത്ത സ്ഥലങ്ങൾ വളരെ കുറവായിട്ട് മാത്രമേ നമുക്ക് കാണാറുള്ളൂ. വെള്ളത്തിൻ്റെ പച്ചിപ്പ് ഇത് മനോഹരമായ ഒരു രീതിയാണ് കാണിച്ചിരിക്കുന്നത്. അകന്തൂരിൽ നിന്ന് കൊണ്ടുള്ളത് ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അടുത്തിങ്ങനെ വരിക പോവുക വെറുതെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വീടാണ് 20 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. ഇവിടേക്ക് ഈ ഭാഗത്തൊക്കെ നല്ല ആഴമാണ് വെള്ളത്തിന്. ഈ കടവിലൊക്കെ അനേകരൊക്കെ പിള്ളേരൊക്കെ ഇങ്ങനെ കുളിച്ചാനൊക്കെ ഇറങ്ങി അനേകം മരിച്ച സ്ഥലമാണ്. അങ്ങേ സൈഡൊക്കെ നല്ല വെള്ളമാണ്, നല്ല ആഴമാണ് ഇതൊക്കെ വരുന്നത്. ഭയങ്കര ഉദ്ദേശിച്ച കാഴ്ചയാണ്. നമുക്ക് ഇവിടെയൊക്കെ വന്ന് കണ്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ ലൊക്കേഷനാണ് ഇവിടെ. കുളിക്കടവ് ഉണ്ടാക്കുന്ന അറ്റത്തുണ്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ കുളിക്കുന്ന കടവുകൾ ഇങ്ങനെ വന്ന് നമ്മൾ ഇതിൻ്റെ ഒരു മധ്യഭാഗത്തോടെ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ അവിടെ സൈഡിൽ വേണമെങ്കിൽ പോകാനായിട്ട് പറ്റും. അത് കരിവെള്ളം നോക്കി ഇങ്ങനെ മധ്യഭാഗത്തോട് നമ്മൾ എത്തിയിരിക്കുകയാണ്. മധ്യഭാഗത്ത് അതുപോലെ ആൾക്കാരിങ്ങനെ പൊക്കൊണ്ടേയിരിക്കുക. കാഴ്ചയാണ് കാണേണ്ടിയിരിക്കുന്നത്. ഞാൻ വന്നൊരു ഈ മനോഹര കാഴ്ച എല്ലാ സ്നേഹിതരും കൂട്ടുകാരും വന്ന് കാണുക, ആസ്വദിക്കുക വേണ്ടിയാണ് നിങ്ങളിവിടെ കാണിച്ചു തരുന്നത്. ഞാൻ മറുകരയോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വെള്ളത്തിന് പട്ടാതിട്ട് കിണറൊക്കെ വേണ്ട ഭാഗത്താണ് ഇങ്ങനെ കണ്ടോ.
വെള്ളത്തിൽ വഴി അങ്ങനെ സമയം വടകര പുല്ലുകുത്തി ആനിക്കാടൊക്കെ പോകും. മറ സൈഡ് കോട്ടയം ജില്ലയാണ്. അവിടുന്ന് റോഡ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെ പോകാനായിട്ട് പറ്റും. മറ സൈഡാണ് അടുക്കാറ്. അതിന് കുറച്ചുകൂടെ മാത്രമേ ഉള്ളൂ മറ സൈഡിലെത്താൻ. മല സൈഡിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ആകാറായി. സ്ഥലത്ത് റോഡുകളുണ്ട്. അങ്ങോട്ടുള്ള പുല്ലുകുത്തി ആനക്കാട് പോകുന്ന വഴി ഇവിടെ റോഡിങ്ങനെ ഈ ഭാഗത്തേക്കും റോഡ് കിടക്കുകയാണ്. മല സൈഡിലെത്തി കൂട്ടുകാരും സ്നേഹിതരും വന്ന് കണ്ട് അത് ആസ്വദിക്കുകയാണ്. നെന്മറക്കോട്ടിൻ്റെ അതിമനോഹര കാഴ്ചയാണ് ഞങ്ങളിപ്പോൾ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ആൾക്കാരും വന്ന് കാണുക. ഇവിടെ നിന്ന് മറ സൈഡ് അങ്ങേ സൈഡാണ്. ഇതിൽ അതെല്ലാം കണ്ടു കഴിഞ്ഞല്ലോ. ഓക്കെ, നല്ലൊരു ഓണാശംസ എല്ലാവർക്കും നേരുന്നു. ഓക്കെ.